Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ പ്രാവുകൾ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ. എന്റെ വലിയേട്ടാ, വീട്ടില് പ്രാവുകളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതെ, ഞങ്ങൾ പറയുന്നത് ആ പ്രാവുകൾക്ക് മനസ്സിലാവുന്നില്ലെന്നേ. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, ഇതാ ഈ ഗാഡ്ജറ്റ് കയ്യിൽ വെച്ചോ. ഇതുമൂലം അവര് പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾ പറയുന്നത് അവർക്കും മനസ്സിലാവും. ഗുട്ടർഗു 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 ഗുട്ടർഗു. എന്തൊക്കെയാ ചെയ്യുന്ന മോട്ടു? പത്ലു ഇവറ്റകളുമായിട്ട് സംസാരിക്കാണ്. പിന്നെന്താ? എന്റെ മോട്ടു, നമ്മുടെ ഭാഷയിൽ തന്നെ പറ, എന്നാലേ നീ പറയുന്നത് മനസ്സിലാവുകയുള്ളൂ. ഗുഡർഗു ഗുഡർഗു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ സോറി സോറി പത്ലു, ഞാനതങ്ങ് മറന്നുപോയി. ഇടേ പ്രാവുകളെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഇതെന്റെ വീടാണ്, മനസ്സിലായോ? ഇതെങ്ങനെയാ തന്റെ വീടാകുന്നേ? ഈ വീട് ഞങ്ങൾ റെന്റിന് എടുത്തിരിക്കുകയല്ലേ. ഞങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണ്. അതെ, നിങ്ങളെയൊക്കെ പേയിങ് ഗസ്റ്റ് ആയിട്ട് ആരാ നിർത്തിയത്? ഞങ്ങളുടെ സ്റ്റേറ്റ് ഏജന്റ് പക്കയാണ് നിർത്തിയത്. പക്കിയ സ്റ്റേറ്റ് ഏജന്റോ? ഇവനിത് എവിടുന്നാ വന്നത്? നമ്മുടെ വീട്ടിലെ പേയിങ് ഗസ്റ്റിനെ നമ്മളോട് പോലും ചോദിക്കാതെ നിർത്തുന്നു. വിളിക്കാനാ പറഞ്ഞത് ആ ഏജന്റിന്. പറയൂ, എന്താ കാര്യം? ഈ വീടിന്റെ മുതലാളി ഞാനാണ്. പക്ഷേ നീ എന്നോട് പോലും ചോദിക്കാതെ ഈ വീട്ടിൽ പേയിങ് ഗസ്റ്റിനെ താമസിപ്പിക്കാൻ നിനക്കാർ അധികാരം തന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ഏജന്റാ. ഇവിടുത്തെ എല്ലാ വീടും ഞാനാണ് റെന്റിന് കൊടുക്കണത്, മനസ്സിലായോ? പക്ഷെ ഒരു വീട്ടിൽ ഒരാളെ താമസിപ്പിക്കുമ്പോ അതിന്റെ മുതലാളിയോട് ചോദിക്കണ്ടേ? ഒരാവശ്യവുമില്ല. ഞാൻ ഒരു മുതലാളിയുമായിട്ടും ചർച്ച ചെയ്യാറില്ല, മനസ്സിലായോ? അല്ല, ഇതെന്താ അഹങ്കാരം നീ പറയുന്നത്? ഇതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു അഹങ്കാരവുമല്ല. ഇവന്മാര് നമ്മുടെ ആൾക്കാരാണ്. ഇവന്മാരെ നീ ഒരു ചുക്കും ചെയ്യൂല. ഇനി അഥവാ ചെയ്തെന്ന് വെച്ചോ, നിന്റെ തലമണ്ടൽ ഇങ്ങനെ വന്ന് ഞാൻ പറന്നു വന്ന് കൊത്തി 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 കൊത്തി. മനസ്സിലായോടാ കഷണ്ടി തലയാ? അത് ശരി, നീ ഞങ്ങളോട് ചാലഞ്ച് ചെയ്യുവാണോ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഈ പ്രാവുകൾ ഈ കൂടയ്ക്കകത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ കൂട വേഗം അടയ്ക്കണം. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് കാട്ടിൽ കൊണ്ടുപോയി വിടാന്നേ. വളരെ നല്ല കാര്യം. പിന്നെന്തിനാ ലേറ്റ് ആക്കുന്നേ? അരെ വാ, ഇത്രയും നല്ല ഭക്ഷണോ, അതും ഫ്രഷ്. വരൂ കൂട്ടുകാരെ. അരേ ഇണ്ടുകളെ ബിണ്ടുകളെ, എങ്ങടാടാ പോണത്? ഇതിലൊന്നും പോയി പെടരുത്. അങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് ഒരുക്കി വെച്ച കെണിയാണ്. വെളിയിലുള്ളത് മാത്രമേ കഴിക്കാവുള്ളൂ. കൊട്ടയുടെ നേരെ അടിയിലുള്ളത് പോയി കഴിക്കരുത്. കഴിച്ചാ അപ്പ ക്ലോസ്. അതെയോ, അങ്ങനെയാണോ? എനിക്കറിയാം ഈ മനുഷ്യന്മാരുടെ തലച്ചോറ് എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന്. കൊള്ളാം കൊള്ളാം, വർക്കൗട്ട് ആവുന്നുണ്ട്. പത്ലു അവറ്റകളൊക്കെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. ഇതെന്താ പറ്റിയത്? ഇപ്പൊ ഇതിനകത്ത് പെട്ടിരിക്കുന്ന കഷണ്ടി തലയാ. എന്റെ പത്ലു, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കൂ. എനിക്കിത് ഊരാൻ
പറ്റുന്നില്ലേ പത്തലു? ഈ പ്രാവുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയെന്നാ തോന്നുന്നേ. പത്തലു, പ്രാവിനെ ഒന്നും പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവറ്റകളെ പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. വേറെ വല്ലതും ആലോചിക്കാം. പെസ്റ്റിസൈഡ്സിന്റെ ഗ്യാസ് നമുക്ക് ഇവിടെ അടിക്കാം. അതിന്റെ സ്മെല്ല് കാരണം ഈ വിറ്റകൾ ഇവിടുന്ന് പോയിക്കോളും. ഇതൊക്കെ ഓരോന്ന് നിങ്ങളുടെ മുഖത്തേക്ക് വെച്ചോളൂ. ഇതൊക്കെ വെച്ചിട്ട് ഇരിക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എല്ലാം പോക്ക. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ എല്ലാം കൊള്ളാം. എന്നാ ഓരോന്നോരോന്ന് പിടിച്ചോ മുഖത്തേക്ക് ഇട്ടോ. പത്തലു, ഇവറ്റകളൊക്കെ ഗ്യാസ് മാസ്ക് ഇട്ടത് കണ്ടോ? അതെന്താന്ന് വെച്ചാലേ ഞാൻ എന്റെ ആൾക്കാരുടെ സംരക്ഷണം ഞാൻ തന്നെ നോക്കണല്ലോ. ഇതിനാണ് പറയണത് കസ്റ്റമർ സർവീസ് എന്ന്. എന്തേ പ്രാവേ, പറയടാ മൊട്ടത്തലയാ. അല്ല, നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊന്നും കിട്ടിയില്ലേ? അല്ല, നീ ഇതൊന്ന് പറഞ്ഞേ. ഇവറ്റകൾക്കൊക്കെ നീ എന്താ ഇപ്പൊ കൊടുത്ത്? എടാ ടൊമാറ്റോ കുടവേറെ. ഇവന്മാര് വെളിയിൽ പോയിട്ട് എന്തൊക്കെ ധാന്യങ്ങൾ കൊണ്ടുവന്നാലും അതിൽ നിന്നൊരു ഭാഗം എനിക്കും തരാറുണ്ട്, മനസ്സിലായോടാ? അതുകൊണ്ട് എനിക്ക് യാതൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ ചുമ്മാ ചവച്ച് കഴിച്ചാ മതി, മനസ്സിലായോടാ പൊട്ടാ? ഇവന്മാരുടെ ഏജന്റ് ആയിപ്പോയില്ലേ ഞാൻ. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, പിന്നെ വയറ് നിറച്ച ആഹാരവും. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ തരാംന്നേ. പക്ഷെ ഇവറ്റകളെ കൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം പ്ലീസ്. വയറ് നിറച്ച ആഹാരമോ? എന്തേ കളിയാക്കുകയാണോ? ഒരു ചാക്ക് നിറച്ചും തരാം. എവിടെയാ പറഞ്ഞ ഭക്ഷണം? അതാദ്യം കാണിക്ക്. ഇന്നാ ഇതിലുള്ളത് മുഴുവൻ നിനക്കാണ്. എത്ര വേണേലും എടുത്ത് കഴിച്ചത്. അതെ, ഒരു കാര്യം മനസ്സിലായിക്കോ, പക്യാ സ്റ്റേറ്റ് ഏജന്റ് അവന്റെ സുഹൃത്തുക്കളെ ചതിക്കാറില്ല. പറയണത് മനസ്സിലാവണുണ്ടോ? വരൂ മക്കളെ, വേഗം ഈ തഞ്ചി എടുത്തോണ്ട് പൊക്കോ. എന്നിട്ട് മോളിൽ പോയിരുന്ന് പതുക്കെ കഴിച്ചാ മതി. കള്ളൻ മോഷ്ടിച്ചോണ്ട് പോകുന്നേ. നിൽക്കൂ, അവിടെ നിൽക്കാൻ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുഹൃത്തുക്കളെ ഒരു കാലത്തും ചതിക്കാറില്ലെന്ന്. പിന്നെ ഞാനൊരു റെസ്പെക്റ്റഡ് ഏജന്റാണ്, മനസ്സിലായോ? ഒരു വീട് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാ അത് പിന്നെ കൊടുത്തതാ. 11 മാസത്തിന്റെ കോൺട്രാക്ട് ആണ്. അതിനു മുമ്പേ ഇറങ്ങണ പ്രശ്നമില്ല. അപ്പൊ 11 മാസത്തിന് ശേഷോ? അടുത്ത താമസക്കാര് വരും, അത്രേ ഉള്ളൂ. പത്തലു, എന്തെങ്കിലും ചെയ്യൂ. ഇതിത്തിരി കടന്ന കൈയായി പോയി. ഡോക്ടർ ജഡ്കന്റെ അടുത്തേക്ക് പോവാം. വലിയേട്ടാ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഇത് പിടിച്ച കൂട്ടുകാരാ, ഇത് സൂപ്പർ വാക്യൂം ക്ലീനറാ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രാവുകളെല്ലാം ഇതിനകത്ത് കുടുങ്ങും. അതേന്നേ, അതുങ്ങൾ അങ്ങനെ കുടുങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയി കളയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ലല്ലോ. പത്തലു, എല്ലാ കൂട്ടിലും മുട്ടയുണ്ട്. അതിന് അപ്പൊ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കുമ്പോ ഈ മുട്ടകൾ പൊട്ടിപ്പോയാലോ? അയ്യോ, പാവം കൊച്ചുങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഇന്ന് മക്കളെ കഴിച്ചോ. നീ എന്താ ചെയ്യുന്നേ? പത്തലു, കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, കണ്ടൂടെ? തീറ്റ കൊടുക്കാൻ പോയതാണോ അതോ കൂട് തല്ലിപ്പൊളിക്കാൻ പോയതാണോ? എന്റെ പത്തലു, എത്ര ഭംഗിയുള്ള കൊച്ചുങ്ങളാ. ഇവറ്റകളെ എങ്ങനെയാ ഇവിടുന്ന് പറഞ്ഞു വിടുക? ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണല്ലോ. അതെ, നിങ്ങൾ നല്ല മനുഷ്യനാ. എത്ര ഭദ്രമായിട്ട് ഞങ്ങളുടെ കുട്ടികളെ നോക്കുന്നേ. പക്ഷേ ഈ കൊച്ചുങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയേക്കല്ലേ. ഈ കൊച്ചുങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചോട്ടെ. ഞാൻ ഇവരുടെ കൂടെ കളിച്ചോളാം, ഇവർക്ക് ഭക്ഷണം കൊടുത്തോളാം, എന്നിട്ട് വളർത്തി വലുതാക്കിക്കോളാം. ശരി, ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വലുതാവുന്നവരേക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്തു പറയുന്നു?
അതെ, നിങ്ങള് ഇങ്ങനെ ഇട്ടിട്ട് പോവാണെങ്കിലേ ഞാൻ അടുത്ത ആൾക്ക് വിളിച്ചങ്ങോട്ട് കൊടുക്കും കേട്ടോ. മേലാൽ മോട്ടുജിയെ ശല്യപ്പെടുത്താനായിട്ട് മറ്റൊരാൾക്ക് നീ വിളിച്ച് വീട് കൊടുത്താൽ അയാളെന്റെ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട് ഫ്രീ ആയിട്ടിരിക്കണം. മറ്റൊരു കൂട്ടർ ഇവിടെ വരാൻ പാടില്ല, മനസ്സിലായോ? ശരി ശരി ശരി, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോഴെല്ലാം മനസ്സിലാവണേ, ഈ കാലത്ത് ആരെ സഹായിക്കാൻ പാടില്ലെന്ന്. മോട്ടു പത്ലു, താങ്കളെ പോലുള്ള കൂട്ടുകാരെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സ്ഥലം വിട്ടു പോവുകയാണ്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് പോണേ. പിന്നെ എപ്പോഴെങ്കിൽ കാണാം. ശരി, എല്ലാം നന്മ. വരാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബൈ ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.